കുവൈറ്റിൽ വിവിധ സേനകളോട് കനത്ത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. മേഖലയിൽ രൂപപ്പെട്ട സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ സൈനിക സുരക്ഷാ സേനകൾക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ജാഗ്രത പാലിക്കുവാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. മേഖലയിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ദേശീയ സേനയും ചേർന്ന് സംയുക്ത ഓപ്പറേഷൻ റൂം സ്ഥാപിക്കുകയുണ്ടായി. നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയവുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ നിരന്തരമായി സംയുക്ത പെട്രോളിംഗ് നടത്തിവരികയാണ്. മേഖലയിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് വടക്കൻ അതിർത്തിയിൽ വിവിധ സുരക്ഷാ സേനകളെ ഏകോപിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേക ഓപ്പറേഷൻ റൂമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അബ്ദാലി അതിർത്തി കവാടത്തിൽ സുരക്ഷാ നടപടികൾ പരമാവധി കർശനമാക്കിയിട്ടുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. അയൽ രാജ്യങ്ങളുമായി രഹസ്യാന്വേഷണ വിഭാഗം നിരന്തരമായി ഏകോപനം നടത്തിവരികയാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഏതെങ്കിലും അപകടകരമായ വസ്തുക്കൾ നിരീക്ഷിക്കാനും പിന്തുടരുവാനും സുരക്ഷാ സേനകൾക്ക് ആഭ്യന്തര മന്ത്രാലയം കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിർത്തി കവാടങ്ങൾ വഴിയോ വിമാനത്താവളം വഴിയോ രാജ്യത്ത് പ്രവേശിക്കുന്ന എല്ലാ ആളുകളുടെയും വസ്തുക്കളും ഉപകരണങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ വച്ചുപറപ്പിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി. US-ഇറാൻ സംഘർഷ സാധ്യത തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണിപ്പോൾ. യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ സൗദി, അബുദാബി കിരീടാവകാശികളുമായി നിലവിലെ സാഹചര്യങ്ങൾ ഫോണിൽ ചർച്ച ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ സാധ്യത ഉയർന്നിരിക്കെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങരുതെന്നാണ് UAE പ്രതികരിച്ചത്. വിവേകപൂർണമായ രാഷ്ട്രീയ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന് UAE വിദേശകാര്യ സഹമന്ത്രി അൻവർ ഗംഗാഷ് പറയുകയുണ്ടായി. നേരത്തെ നടന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ആന്തരഫലമാണ് ഇപ്പോൾ ഉണ്ടായതെന്നും ഇത്തരം ഭീകരപ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സൗദി വ്യക്തമാക്കിയിരുന്നു. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്നതുമായ എല്ലാ നടപടികളിൽ നിന്നും പിന്മാറുകയും സംയമനം പാലിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.